ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോ നമ്മളെ ഒരു സീരീസ് ആണല്ലേ, അതായത് ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോ നാലാമത്തെ മൊഡ്യൂളിന്റെ പാർട്ട് 1 ആണ് അല്ലെ. ബേസിക്കലി നിങ്ങൾ മൊഡ്യൂൾ 1ന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, 2 കണ്ടിട്ടുണ്ടാവും, 3 കണ്ടിട്ടുണ്ടാവും. മൊഡ്യൂൾ 1ൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, 2ൽ അതിനെക്കാട്ടും കുറവാണ്, 3ൽ അതിനെക്കാട്ടും കുറവാണ്. ഓക്കെ, അപ്പൊ 4 ആകുമ്പോഴത്തേക്ക് അതിനെക്കാട്ടും കുറയുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരാൾ കണ്ടാലും കൂടി മതിയാവും, അത് കുഴപ്പമില്ല. നമ്മളിൽ നിന്ന് വേറെ ഒന്നും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു തോട്ടാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, എനിവേ നമുക്ക് എന്നാല് പോവാം. അപ്പൊ ഇതിന്റെ കുറെ പേര് ഇതിന്റെ നോട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നോട്ട്സ് ഒക്കെ ആകുമ്പോൾ അതിന്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എനിവേ നിങ്ങൾ അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യും, നമുക്കത് നോക്കിയിട്ട് അതിന്റെ ഫീസിബിലിറ്റി നമുക്കവിടെ നോക്കാം. ഓക്കെ, നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എ സി സർക്യൂട്ട്സ് ആണല്ലേ. ആൾട്ടർനേറ്റിംഗ് കറന്റ്, എർത്തിങ്, വയറിംഗ് ഒക്കെയാണ് നാലാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഇതിൽ നമ്മൾ 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിലെ ചില കാര്യങ്ങളൊന്നും കയറി വന്നിട്ടുണ്ടാവും, നോക്കാം. വാട്ട്സ് ദ യൂണിറ്റ് ഓഫ് സസെപ്റ്റൻസ്? സസെപ്റ്റൻസ് എന്നതിന്റെ യൂണിറ്റ് എന്താ? ഇസ് നത്തിങ് ബട്ട് മോ അല്ലെ. മോ ആണ് എന്താ സസെപ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ല? ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ദ ലോഡ് പവർ ഫാക്ടർ ഈസ് യൂണിറ്റി? ലോഡ് പവർ ഫാക്ടർ ഇവിടെ യൂണിറ്റി ആവുന്നുണ്ടാവുക നമ്മുടെ പ്യുവർ റെസിസ്റ്റീവ് ലോഡിന്റെ കേസിലാണ് ലോഡ് പവർ ഫാക്ടർ യൂണിറ്റ്. കപ്പാസിറ്റീവ് ലോഡിന്റെ കേസിലും അതേപോലെ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിലും എന്താണെന്ന് നിങ്ങൾ അവിടെ താഴെ എന്താ കമന്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ പ്യുവർ കപ്പാസിറ്റീവ് ആണ്, പ്യുവർ ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതേപോലെ കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിത്ത് റെസിസ്റ്റൻസ് ആണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിത്ത് റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക കമന്റ് ചെയ്യാം. മൂന്നാമത്തെ, in an AC circuit, the low value of KVR compared with the KW indicates. ലോ വാല്യൂ ഓഫ് കെ വി ആർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അവിടെ ഹൈ പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഹൈ പവർ ഫാക്ടർ, അതായത് നമുക്കറിയാം എ സി സർക്യൂട്ട്സിന്റെ കേസിലെ എക്സൽ എന്ന് പറഞ്ഞാൽ 2πfl ആണെന്നും എക്സി എന്ന് പറഞ്ഞാൽ 1/2πfc ആണെന്നും കോസ് ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആർ ബൈ സെഡ് ആണെന്ന് അറിയാം. അതേപോലെ റിയൽ പവർ എന്ന് പറഞ്ഞാൽ വി കോസ് ഫൈ ആണ്. ഓക്കെ, അതേപോലെ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വി ഐ സൈൻ ഫൈ ആണ് അല്ലെ. അപ്പോ അതേപോലെ കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യാം, നമ്മൾ ലാഗിംഗ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ? ഹൈ പവർ ഫാക്ടർ. നാലാമത്, ഹൗ ദ ലോ പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ എ സി സർക്യൂട്ട്സ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈ കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഓക്കെ, ബൈ കണക്ടിങ് ദ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, അതായത് ലോ ലാഗിംഗ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റേഴ്സ് എന്താ പാരലൽ വിത്ത് ലോഡ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അഞ്ചാമത്തെ, ഇൻ വിച്ച് കണ്ടീഷൻ ദ റെസൊണൻസ് വിൽ ഒക്കർ ഇൻ ആർ എൽ സി സർക്യൂട്ട്? ഓക്കെ, ആർ എൽ സി സർക്യൂട്ട്, ആർ എൽ സർക്യൂട്ടിന്റെ കേസിൽ എക്സൽ ഷുഡ് ബി ഈക്വൽ ടു എക്സി ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഷുഡ് ബി ഈക്വൽ ടു ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലെ. എക്സൽ ഷുഡ് ബി എക്സി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? In an AC supply of frequency 50 Hz is connected to a capacitor offered a reactance of 10 ohm. If the frequency is increased to 100 Hz, the reactance become എന്താ? എക്സി is equal to 1/2πfc ആണ് അല്ലെ. 50 ഹെർട്സിന്റെ കേസിൽ 10 ഓം ആണ്. അപ്പോൾ എക്സി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു 1/f എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ 10 ഓമിന് പ്രൊപ്പോർഷണൽ ആണ് 1/50. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/100ന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഉള്ളത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ 10/xc ഷുഡ് ബി ഈക്വൽ ടു 100/50. xc ഷുഡ് ബി ഈക്വൽ ടു 500/100. അപ്പൊ 5 ഓം അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ AC സീരീസ് സർക്യൂട്ട് the higher Q factor indicates. ഹൈ Q factor, Q factor എന്ന് പറഞ്ഞാൽ L⍵0/R അല്ലെങ്കിൽ 1/ω0CR എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോ ഹൈ Q factor എന്ന് പറഞ്ഞാൽ എന്താ?
പാസ് ബാൻഡ് നേരെ ഓവർ ഇറ്റ്സ് പാസ് ബാൻഡ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ദ മെയിൻ പ്രോബ്ലം ഒക്കർ ഇൻ ലോ പവർ ഫാക്ടർ സർക്യൂട്ട് എന്തായിരിക്കണം? ദ കറന്റ് റിക്വയർഡ് ഫോർ ദ ഗിവൺ ലോഡ് പവർ എന്തായിരിക്കണം? ഹയർ ആയിരിക്കണം അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. The equation for capacitive reactance of an alternating current circuit is X is nothing but 1/2π FC ആണല്ലേ. അപ്പൊ ഇതില് ഓപ്ഷൻസിൽ അവിടെ നിൽക്കട്ടെ. എക്സ് ഈസ് nothing but 1/2π FC. ചെറിയ എഡിറ്റിംഗ് എറർ വന്നാണ്. ദ പവർ ഫാക്ടർ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് സർക്യൂട്ട് ഈസ് cos phi is nothing but R/Z ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുതായിട്ട് എഡിറ്റിംഗിൽ ചെറുതായിട്ട് ഇഷ്യൂ വന്നിട്ടുണ്ട്. cos phi is nothing but R/Z ആണ്. ഓക്കെ, in an alternating current circuit, the reactive power is active power, reactive power, apparent power. P is equal to VI cos phi അല്ലെ. ആക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI sin phi. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ VI ആണ്. ഇപ്പൊ ഇവിടെ ആൻസർ ഇതെല്ലാം പി എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് അല്ല. ഓക്കെ, അപ്പൊ VI sin phi ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇങ്ങനെ AC സർക്യൂട്ട് ദ റേഷ്യോ ഓഫ് KW/kVA. KW എന്ന് പറഞ്ഞാൽ VI cos phi ആണ്. KVA എന്ന് പറഞ്ഞാൽ VI ആണ്. ഇറ്റ് ഈസ് nothing but cos phi. Cos phi is nothing but പവർ ഫാക്ടർ. കണ്ടല്ലേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അവിടെ ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും എന്താ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക, പ്രിപ്പയർ ആവാന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആവറേജ് വാല്യൂ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് AC സൈൻ വേവ്. ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ 2Vm/π ആണ്. 0.637 Imax അല്ലെ, അല്ലെങ്കിൽ 2Im/π 0.637 Imax ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് വാല്യൂ ടു ദ ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് സൈക്കിൾ ഈസ് കോൾഡ്. എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഫോം ഫാക്ടർ അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഫോം ഫാക്ടർ. ഇതില് ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക, അതേപോലെ പീക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ആസ് പെർ IE റൂൾ 18, ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പവർ ഇൻഡസ്ട്രിയൽ സർക്യൂട്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ 5% ഓഫ് ദി ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് സപ്ലൈ സോഴ്സ് ചേഞ്ചസ് ദി പൊളാരിറ്റി കോൺസ്റ്റന്റ്ലി? AC സപ്ലൈ. ദ പാരലൽ സർക്യൂട്ട് ഇസ് യൂസ്ഡ് ഫോർ. പാരലൽ സർക്യൂട്ട് നമ്മളവിടെ ഹൗസ് വയറിങ്ങിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. വിച്ച് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് എ സീരീസ് സർക്യൂട്ട്? സീരീസ് സർക്യൂട്ടിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂസിൻ സർക്യൂട്ട് തന്നെയല്ലേ, കാരണം വെച്ചാൽ ലാമ്പൊക്കെ പാരലായിട്ടില്ല ചെയ്യാൻ. ഓക്കെ, ഫ്യൂസിൻ സർക്യൂട്ട്. വാട്ട്സ് ദ പൊളാരിറ്റി ഓഫ് എൻ AC സോഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചു വെച്ചു, ചേഞ്ച് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ 50 Hz AC സപ്ലൈ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ? ഹൗ മച്ച്? T is nothing but 1/f. അപ്പൊ 1/50, 0.02 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 0.02 സെക്കൻഡ്. വാട്ട്സ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഇൻ എ വേവ്? VRMS is equal to Vm/√2, അതായത് 0.707 Vmax. In AC circuits, the laminated iron is used to reduce the eddy current loss. An alternating under voltage is that എന്താ? both magnitude and direction. Changes in both magnitude and direction. The fusing characteristics is a curve between fusing time and percentage of fuse current അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇത് അവിടെ നിൽക്കട്ടെ, ഇതിൽ എനിക്കൊന്ന് നമ്മുടെ ടൈപ്പിംഗിൽ ചെറിയ എറർ വന്നിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. In a parallel RL circuit, if R is the current in the resistor and L is the
കറന്റ് ഇൻ ദ ഇൻഡക്ടർ ദെൻ ഓക്കെ ആർ എല്ലും ഐ എല്ലും ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ ആർ എല്ലും ഐ എല്ലും. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിൽ ആർ എൽ ലാക്സ് ഐ എൽ ബൈ 90 ഡിഗ്രി. ആർ എൽ ലാക്സ് ഐ എൽ ബൈ 90 ഡിഗ്രി. The symbol J represents counter clockwise rotation vector through 90 degrees. 90 ഡിഗ്രീസിലാണ് എന്റെ എപ്പോഴും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. A safety device used in an electric circuit for protecting the ഓപ്പറേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇലക്ട്രിക് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. The unit of frequency is ഹെർട്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹെർട്സ് ആണ്. The effective value of an alternating current can be calculated by എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IM/√2 ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.707 IM. ഓക്കെ. ദ വാല്യൂ ഓഫ് ഫോം ഫാക്ടർ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് ഫോം ഫാക്ടർ. ആൾട്ടർനേറ്റിംഗ് കറന്റ്സിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര? 1.11 അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. 1.11. അടുത്ത ക്വസ്റ്റ്യൻ. In an alternating current circuit of frequency 50 Hz, the time period is നേരത്തെ നമ്മൾ പറഞ്ഞു ടി ഈസ് നത്തിങ് ബട്ട് 1/50. ടി ഈസ് നത്തിങ് ബട്ട് 0.02 seconds. What is the form factor of sinusoidal AC? Form factor 1.11. എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുക. വാട്ട്സ് ദ നെയിം ഓഫ് 4 ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ഗ്രൂപ്പ്? ക്വാഡ്. വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദി ഫോൾട്സ് ഇൻ യുജി കേബിൾസ്? ഏത് വരാ? ലൂപ്പ് ടെസ്റ്റ് അല്ലെ? മുറേ ലൂപ്പ് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വിച്ച് മെത്തേഡ് ഓഫ് കേബിൾ ലേയിങ് ഈസ് സൂട്ടബിൾ ഫോർ കൺജസ്റ്റഡ് ഏരിയ? കൺജസ്റ്റഡ് ഏരിയാസിൽ നമ്മൾ ഡക്ട് അല്ലെ, ഡക്ട് പൈപ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. If a 16 SWG wire has a cross section of 2 mm square with a current carrying capability of 5 ampere, then which of the following statement is correct? നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താ? നമ്മളവിടെ SWG തിക്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? അവിടെ അതോട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? കുറയും അല്ലെ? ഇവിടെ 5 ആംപിയറിന്റെ കേസിൽ പറയുമ്പോൾ ബാക്കിയെല്ലാം കൂടുന്നത് 2.3 ആംപിയർ അല്ല? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 42. Which of the following factors decide the insulation thickness of an electrical cable? ഇലക്ട്രിക്കൽ കേബിൾ ഡേസിൽ എന്താ? വോൾട്ടേജ് അല്ല. വാട്ട് ഈസ് ദി മാക്സിമം ലോഡ് ഇൻ സബ് സർക്യൂട്ട് ആസ് പെർ IR റൂൾ റിഗാർഡിംഗ് ദി ഇന്റേണൽ വയറിംഗ്? സബ് സർക്യൂട്ട് കേസിൽ മാക്സിമം എത്ര? 800 വാട്ട്സ് ആണ് വരുന്നുണ്ടാവുക അല്ലെ? പവർ സർക്യൂട്ടിന്റെ കേസിൽ എന്ത് എത്രയാണെന്ന് എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. ഇൻ സർഫേസ് കണ്ടക്ട് വയറിംഗ് ദ സാഡിൽ ഷുഡ് ബി ഫിറ്റഡ് അറ്റ് ദി ഇന്റർവെൽസ് ഓഫ് നോട്ട് മോർ ദാൻ എത്ര വരിക? നോട്ട് മോർ ദാൻ 1 മീറ്റർ അല്ലെ? In batten wiring, the link clips will have 2 holes for എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അക്കോർഡിംഗ് ടു NE കോഡ്, ദ കളർ കോഡ് ഓഫ് ദി ന്യൂട്രൽ എന്ത് വരിക? ബ്ലാക്ക് അല്ലേ? 48. വാട്ട്സ് ദി മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ പവർ സബ് സർക്യൂട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര വരിക? 3000 വാട്ട്സ്. കണ്ടില്ല? എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചെയ്യാം. 40. ആസ് പെർ IR റൂൾ ദ മാക്സിമം ലോഡ് ഇൻ പവർ സബ് സർക്യൂട്ട് ഇസ് ലിമിറ്റഡ് ടു? സെയിം ക്വസ്റ്റ്യൻ ആവുക. ഓക്കെ, 3000. The minimum area of cross section of copper conductor in power wiring is എത്ര വരിക? 2.5 അല്ലേ? Which type of conduit is used for gas light explosive installation? Rigid steel അല്ലേ? conduits. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട്. 52. What is the minimum dimension of copper orthopedic as per Indian standards? എത്ര വരിക? നമ്മൾ എപ്പോഴും പറഞ്ഞാണ് 60 സെന്റിമീറ്റർ 3.15 mm. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 53. What is the minimum internal diameter of GI pipe for pipe earthing as per IS? എത്ര വരിക? 38 ആണോ? 38 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.
54. ഫോർ പ്ലേറ്റ് എർത്ത് ദ പ്ലേറ്റ് ഇലക്ട്രോഡ് തിക്നെസ് വെൻ മെയ്ഡ് ഓഫ് GI ഓർ സ്റ്റീൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഈ ഒരു എർത്തിങ്ങിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാണ്ട് വരും. സെയിം ക്വസ്റ്റ്യൻസ്, സെയിം വെറൈറ്റീസ്. അപ്പോ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ കറക്റ്റ് ആയിട്ട് പഠിക്കുക. 6.3 mm ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ. The size of the earth continuity conductor in a circuit should be based upon the. അത് നമ്മളെ സർവീസ് കണ്ടക്ടറിന്റെ സൈസിനെ ബേസ്, സൈസ് ഓഫ് ദി ലാർജസ്റ്റ് സർവീസ് കണ്ടക്ടർ. വാട്ട് വിൽ ഹാപ്പൻ ടു ദി വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ഇഫ് ദ ലെങ്ത് ഓഫ് ദി എർത്ത് പൈപ്പ് ഈസ് ഇൻക്രീസ്ഡ്. ഇത് ഒരു കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിൽ അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് PSCയുടെ കേസിൽ. എനിക്ക് തോന്നുന്നത് ഇവിടെ ബെറ്റർ ചോയ്സ് ഡിക്രീസ് ആയിരിക്കും ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. 57. വേർ ദ സിസ്റ്റം എർത്തിങ് ഈസ് ഡൺ. സിസ്റ്റം എർത്തിങ് എവിടെയാ? റൈറ്റിംഗ് സ്റ്റേഷൻസിലല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വാട്ട് ഇസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ്? ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തഡ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇൻ വിച്ച് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ദ സിസ്റ്റം എർത്തിങ് ഈസ് ടു ബി ഡൺ? നമ്മളെ എന്താ പറയണ്ടത്, ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ആൻഡ് സബ് സ്റ്റേഷൻസ് അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇത് ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വാട്ട്സ് ദ മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് യൂസ്ഡ് ഇൻ ദി പ്ലേറ്റ് എർത്തിങ്? 60 സെന്റിമീറ്റർ അല്ല, 600 mm, 600 mm, 3.15 mm. നേരത്തെ ചോദിച്ച 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ 60 ആണെന്നുള്ള രീതിയിൽ പോകരുത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 600 mm, 600 mm, 3.15 mm. അത് എങ്ങനെ വേണമെങ്കിൽ സെന്റിമീറ്ററിൽ എമൗണ്ടിൽ ചോദിക്കാം. 61. വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് പ്രിഫേർഡ് അറ്റ് പ്ലേസസ് വെയർ സോയിൽ ഈസ് റോക്കി വിത്ത് എർത്ത് ബെഡ് ഓവർ ഇറ്റ്? സ്ട്രിപ്പ് എർത്തിങ് അല്ലെ? എല്ലാ എർത്തിങ്ങും പഠിക്കണം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാം. 62. ദ മെത്തേഡ് യൂസ്ഡ് ഫോർ റെഡ്യൂസിംഗ് ദി എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ്. നമ്മൾ പാരലായിട്ട് കാണിക്കും അല്ലെ? കണക്റ്റിംഗ് നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് ഇൻ പാരൽ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 63 നോക്ക്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് VCC? VCC എന്ന് പറയുന്നത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. ഇനി അടുത്ത 64. ദ നോർമൽ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് 1.5 mm² കോപ്പർ കേബിൾ 60 ആംപിയർ. വാട്ട് ഇസ് ദ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി കേബിൾ പ്രൊട്ടക്ട് ബൈ കോയേഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ? ഈസ് നോത്തിങ് ബട്ട് 81% എന്നാണ് പറയുന്നത്. അപ്പൊ 0.81 into 60 ആംപിയർ അല്ല, ഇതിൽ 60 ആംപിയറിനെക്കാട്ടും ചെറിയ വാല്യൂസ് ആണ് എല്ലാം ഉള്ളത് അല്ലെ? 11 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും. It is nothing but of 13 ആംപിയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 65. വാട്ട്സ് എക്സ്പാൻഷൻ ഓഫ് RCCB? RCCB എന്ന് പറഞ്ഞാൽ എന്താ? റെസിഡ്യൂവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെ? ഓക്കെ, തെറ്റിക്കല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. What is the rating factor of cable provided with the coils excess current protection? It is nothing but 0.81 അല്ലേ? What is the term for the time taken by a fuse to interrupt the circuit in a fault? ഇതെന്താ? കട്ട് ഓഫ് ഫാക്ടർ അല്ല? കട്ട് ഓഫ് ഫാക്ടർ ആണ്. ഇതൊക്കെ ഡെഫിനേഷൻ, ഡയറക്റ്റ് ഡെഫിനേഷൻ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫ്യൂസിംഗ് ഫാക്ടർ എന്താണെന്ന് എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഫ്യൂസിംഗ് ഫാക്ടർ എന്താണെന്ന് എല്ലാവരും കമന്റ് ചെയ്യും. Which electrical equipment is provided with the L series MCB? അതായത് L series MCB നമ്മള് ജനറൽ ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ലൈറ്റ് ലോഡ്സിലൊക്കെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? L series MCBs. അപ്പൊ ഇവിടെ ജനറൽ ലൈറ്റിങ്ങിനാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ക്ലിയർ അല്ല? What type of circuit breaker is typically used for the current rating above 100 ampere up to 1800 ampere? അപ്പോ ELCBs അല്ലേ യൂസ് ചെയ്യുന്നുണ്ടാവുക? ആണോ? അല്ല, MCCBs ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക.
MCCDs ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. തെറ്റിക്കല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തിരിച്ചും മറിച്ചിട്ടൊക്കെ ചോദ്യത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ഹാവിംഗ് ലീസ്റ്റ് ട്രിപ്പിംഗ് കറണ്ട്? ലീസ്റ്റ് ട്രിപ്പിംഗ് കറണ്ട് എവിടെയാ? ELCBക്കാണ് അല്ലെ. 71 നോക്ക്. ദ പർപ്പസ് ഓഫ് an electric circuit breaker is to protect the individual electric circuit from an excessive current flow. The revariable fuses are standardized for rated current up to. റീവയറബിൾ ഫ്യൂസസിന്റെ കേസിൽ നമ്മളോട് സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാ? 200 ആംപിയർ അല്ലേ. 73, വിച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഈസ് പ്രൊട്ടക്ടഡ് ബൈ ദ എൽ സീരീസ് LCD? നേരത്തെ പറഞ്ഞത് എന്താ പറയണ്ടേ, ജനറൽ ലൈറ്റിംഗ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ജേസർ വരും അല്ലെ. 75, അക്കോർഡിംഗ് ടു ഐ റൂൾ ദ ലീക്കേജ് കറണ്ടിന്റെ ഇൻസ്റ്റാളേഷൻ ഷുഡ് നോട്ട് എക്സീഡ് ദി 1/5000 അല്ലേ. നിങ്ങൾ എപ്പോഴും അങ്ങനല്ലേ പഠിക്കാം, 1/5000. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. According to AIR rule, the measured insulation resistance should not be less than 1 mega ohm അല്ലേ. Okay. During the continuity testing and installation, the Megger indicator reading in മെഗാ ഓമിലാണ് എക്സ്പ്രസ് ചെയ്യാന്നില്ലായിരുന്നു നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അത് 0 മെഗാ ഓം അല്ല, 0 അല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി. How much will be the insulation resistance of an installation? ഇതിന് ആൻസർ ചെയ്യാം. നോട്ട് ലെസ് ദാൻ 1 മെഗാ ഓം. ഓക്കെ, ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഗർ റീഡിംഗ് ഇൻ എ ഡെഡ് ഷോർട്ട് സർക്യൂട്ട് വയറിംഗ് ഇൻസ്റ്റാളേഷൻ? 0 മെഗാ ഓം അല്ലെ. The instrument used to measure the insulation resistance of a wiring installation. മെഗർ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നോ ഉണ്ടല്ലേ. ഓക്കെ, വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ? വൺ മെഗാ ഓം ആണ്. ഇത് വാട്സിൽ തന്നിട്ടുള്ളത് എന്താ? ചെറിയൊരു ടൈപ്പിംഗ് എറർ ആണ്. ഓക്കെ, വാട്ട് ഇസ് ദി മാക്സിമം ലീക്കേജ് കറണ്ട് ഇൻ ഇൻസ്റ്റാളേഷൻ ആസ് പെർ IR 1/5000. 1/5000 ഫുൾ ലോഡ് കറണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മെഗാ ഓം. അതേപോലെ ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. അതിന്റെ ആൻസർ താഴെ കമന്റ് സെക്ഷനിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യാട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ടും കൂടി ചെയ്ത് തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ആവുള്ളൂ. ഓക്കെ, എല്ലാം ഹോംവർക്ക് ആണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ അവിടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ചിലപ്പോ ഒന്ന് ടൈപ്പിംഗ് എറർ ഉണ്ടാവും, അത് നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അത് ഈ അഞ്ചാമത്തെ മൊഡ്യൂൾ DC മെഷീൻസ് ആയി. DC മെഷീൻസിൽ 79 ക്വസ്റ്റ്യൻസ്, ഇതിൽ നമ്മൾ 90 ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ആക്കിയത് നാലാമത്തെ മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.